ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പിരിച്ചെടുത്ത തുക കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് മാറ്റിയില്ലെന്ന ഹർജിയിലാണ് കോടതിയുടെ നടപടി. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ 5 IAS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോടതിയലക്ഷ്യ നടപടി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. അഹമ്മദ് മുസ്തഫ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. മുസ്തഫ, ഇതെന്താണ് കേസ്? മറ്റുദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഈ 2028 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പിരിച്ചെടുത്ത തുക, അത് വകമാറ്റുമ്പോൾ പിരിച്ചെടുക്കുന്ന ഒരു തുകയുണ്ട്. ആ തുക കോടതി നിർദ്ദേശപ്രകാരം കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് മാറ്റുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. സർക്കാർ അത്തരത്തിൽ നടപടിയെടുത്തില്ല എന്നതുൾപ്പെടെയുള്ളതാണ് ഈ കോടതിയലക്ഷ്യ ഹർജിയിലുള്ളത്. അത് തൃശൂരിലെ CPI നേതാവായ TN മുകുന്ദനാണ് ഹൈക്കോടതിയെ ഇത്തരത്തിൽ ഒരു കോടതിയലക്ഷ്യ ഹർജിയുമായി സമീപിച്ചത്. ആ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 5 IAS ഉദ്യോഗസ്ഥർക്ക് കത്ത് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ, ധനവകുപ്പ് സെക്രട്ടറി കേശവേന്ദ്രകുമാർ, കാർഷിക ഉൽപാദന കമ്മീഷണർ ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ എന്നിവർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കും എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഉടൻ മറുപടി സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2024 നവംബർ 28 ഹൈക്കോടതി വിധിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പിരിച്ചെടുത്ത തുക കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് വക മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉൾപ്പെടെ ആ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് 2024 നവംബർ 28 ഹൈക്കോടതി വിധി. അത് നടപ്പാക്കിയില്ല എന്ന ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ CPI നേതാവ് കൂടിയായ TN മുകുന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയലക്ഷ്യ നടപടി നേരിടുന്നത്. ജീന, ശരി, ഉടൻ മറുപടി സത്യവാങ്മൂലം നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥർക്കാണ് കോടതി നോട്ടീസ് അയച്ചത്. അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.